അപ്പോൾ എന്തൊരു പേര് സുഖങ്ങളൊക്കെ തന്നെ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്നാപ്സീഡിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇമേജിനെ ഒരു സിനിമാറ്റിക് കളർ ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിട്ട് മാറ്റാൻ പോകണം. സിനിമാറ്റിക് കളർ ഗ്രേഡ് എന്ന് പറയുന്നത് വെച്ചാൽ ഭയങ്കര സിമ്പിളായിട്ട് അണ്ടർ 2 മിനിറ്റ്സ് 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതേപോലത്തെ ഒരു പിക്ചറിനെ ഇതിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഇതിൻ്റെ അകത്ത് കളർ ഗ്രേഡിങ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിൻ്റെ ബേസിക്സ് ആണ് ഞാൻ പറയുന്നത്. ഇത് ഞാൻ ഒരിടത്തൊന്നും പഠിച്ചതോ അങ്ങനെയൊന്നുമല്ല. ഞാൻ ജസ്റ്റ് എൻ്റെ എക്സ്പീരിയൻസിൽ എന്നെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇത്രയും നാളത്തെ യൂട്യൂബ് എക്സ്പീരിയൻസിൽ ഒരുപാട് വീഡിയോസും ഒരുപാട് യൂട്യൂബേഴ്സിനെ കണ്ടിട്ട് അതിൽ നിന്നെല്ലാം ഇൻസ്പയർ ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു കളർ ഗ്രേഡിങ് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്നാപ്സീഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാം ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു സാധനം, ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുകയാണെങ്കിൽ ഈ ഒരു ബേസ് മാത്രം മതി, ബാക്കി നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും. നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ഈസി ആയിരിക്കും. സോ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഒരു ഫോട്ടോ, നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ആയിക്കോട്ടെ, DSLR ആയിക്കോട്ടെ, ഏതോ ആയിക്കോട്ടെ, ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കളർ ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഓട്ടോ മോഡിലിട്ട് എടുക്കാണ്ടിരിക്കുക. മാനുവൽ മോഡിലേക്ക് സ്വിച്ച് ചെയ്യുക. ഓട്ടോ മോഡിനെ എടുത്ത് കിണ്ടിക്കളഞ്ഞതിന് ശേഷം മാനുവൽ മോഡിലേക്ക് സ്വിച്ച് ചെയ്യുക. മാനുവൽ മോഡിലേക്ക് സ്വിച്ച് ചെയ്തതിന് ശേഷം ജസ്റ്റ് ചെയ്യേണ്ടത്, അതിനകത്ത് വേറെ ഒന്നും മാറ്റണം. നിങ്ങൾ മാനുവൽ മോഡ് നിൽക്കുന്ന സമയത്ത് അതിനകത്ത് എന്തൊക്കെ കിടക്കുന്നു എന്ന് പറഞ്ഞ് പേടിക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് വൈറ്റ് ബാലൻസ്. പ്രോ മോഡ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് WB എന്ന് പറഞ്ഞിട്ട് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു WB ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരുപാട് 2300K 4800K എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് 4800Kയിൽ ഫോട്ടോസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. 4800Kയിൽ ഫോട്ടോസ് എടുക്കുന്നത് എന്തിനാണെന്ന് നിങ്ങളിപ്പോൾ ചോദിച്ചേക്കാം. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന 2 ഇമേജ് എന്ന് പറയുന്നത്, ഒന്ന് 4800 കെൽവിനിൽ ഷൂട്ട് ചെയ്തതും ഒന്നെന്ന് പറയുന്നത് 6100. 6100 എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഓട്ടോ മോഡിൽ ഇടുന്നതാണ്. അത് ഓട്ടോ മോഡെന്ന് പറയുന്നത്, നമ്മുടെ ഫോണിൻ്റെ എല്ലാം ഓട്ടോ മോഡെന്ന് പറയുന്നത് ഈ 6100 കെൽവിന് മേളിലോട്ടൊക്കെ ആയിരിക്കും. ഈ 6100 കെൽവിൻ്റെ ഈ ഒരു ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ അകത്ത് കളേഴ്സ് എല്ലാം ഒരുപാടുണ്ട്. ഒരു മഞ്ഞ ഷെയ്ഡുണ്ട്, അതിൻ്റെ അകത്ത് റെഡും ഗ്രീനും എല്ലാം ഒരുപാടുണ്ട്. പക്ഷേ ഈ 4800 കെൽവിനിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു ബ്ലൂയിഷ് ഷെയ്ഡാണുള്ളത്. വലിയ രസമില്ല കാണാനായിട്ട്. അത് തന്നെയാണ് നമ്മുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ സാച്ചുറേഷൻ കൂടിയ ഈ 6100 കെൽവിൻ്റെ ഫോട്ടോയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഓൾറെഡി കുറച്ച് കളേഴ്സ് ഉണ്ട്. അതിനെ നമുക്ക് കളർ ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫ്രീഡം തരത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഒരു തരത്തിൽ പിടിച്ചു വയ്ക്കുന്നത് പോലെ ഇരിക്കും. കാരണം അതിൻ്റെ അകത്ത് നിന്ന് ഇത്ര ലെവൽ മാത്രമേ നമുക്ക് കളർ കൂട്ടാൻ പറ്റുള്ളൂ, കുറയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതേസമയം നമ്മൾ 4800 ഷൂട്ട് ചെയ്തിട്ട് കളറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിടുന്ന സമയത്ത് എന്ത് സുഖമാണെന്ന് പറയുമ്പോൾ സൂപ്പറായിട്ട് നമുക്ക് ഫോട്ടോസ് കളർ ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന ഈ വീഡിയോ വരെ ഞാൻ ഒരു വൈറ്റ് ഫ്ലോറസെൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ DSLRൽ ഞാനൊരു വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഷൂട്ട് ചെയ്തതാണ്. എന്നിട്ട് ഞാൻ കളർ ഗ്രേഡ് ചെയ്തതാണ്. ഞാൻ ആദ്യം സ്നാപ്സീഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, സ്നാപ്സീഡ് ആണല്ലോ നമ്മുടെ ഇന്നത്തെ മെയിൻ തീം എന്ന് പറയുന്നത്. സ്നാപ്സീഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം എൻ്റെ കയ്യിൽ കുറച്ച് ഫോട്ടോസ് ഉണ്ട്. ഞാൻ എൻ്റെ DSLRൽ ഷൂട്ട് ചെയ്തതാണ്. നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ഒരു കൂൾ മോഡിലുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 4800 കെൽവിനിൽ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് നല്ല ഒരെണ്ണം, ചിരിക്കുന്ന ഒരെണ്ണം എടുക്കാം. ഇതെടുത്തു, ഈ ഒരു ഫോട്ടോ എടുത്തു. അപ്പോൾ നമ്മൾ ഇതാണ് എഡിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിൾ സ്റ്റെപ്പാണ്. ഒരു തരത്തിൽ നിങ്ങൾ പ്രശ്നം അനുഭവിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് വളരെ സിമ്പിളാണ്. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ലുക്സ് എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് എടുത്ത് ദൂരക്കളാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ടൂൾസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാനായിട്ട് പറ്റും. ഈ ടൂൾസ് എടുക്കുക. ടൂൾസ് എടുത്തതിന് ശേഷം എന്തൊരു ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്യൂൺ ഇമേജ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം ബ്രൈറ്റ്നസ് വരും. ബ്രൈറ്റ്നസ് ഇത് കുറച്ച് ഓവറാണ്. അപ്പോൾ ബ്രൈറ്റ്നസ് വേണമെന്നില്ല. നിങ്ങളുടെ ഫോട്ടോയ്ക്ക് ബ്രൈറ്റ്നസ് ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രൈറ്റ്നസ് കുറയ്ക്കുക. എന്നിട്ട് കോൺട്രാസ്റ്റ്, സ്നാപ്സീഡ് ഉപയോഗിക്കുന്നവരായിട്ട് ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺട്രാസ്റ്റ് കുറച്ചൊന്ന് താഴേക്ക് കുറയ്ക്കാം. എപ്പോഴും കുറയ്ക്കണം. കളർ ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് എല്ലാം കുറയ്ക്കണം, കൂടാൻ പാടില്ല. ഒരു 4800 കെൽവിനിലാണ് നിങ്ങൾ ഷൂട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെയ്യേണ്ടത് ഒരു 15, 16, അല്ലെങ്കിൽ ഒരു 20 മാക്സിമം. 20ൽ ഞാൻ സാച്ചുറേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഇമേജിൻ്റെ ആ ഒരു കളർ ടോൺ മാറി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക, കുറച്ചൊന്ന് താഴേക്ക് കുറയ്ക്കാം. കുറച്ച് ഹൈലൈറ്റ് കുറഞ്ഞിരുന്നാൽ മതി. എന്നിട്ട് ഷാഡോസ് എന്ന് പറയുന്നത് വലുതായിട്ട് വെക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് -12 വെക്കുക. വാംത്ത് എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ ഇതിനകത്തുള്ള കീ എന്ന് പറയുന്നത്. അതായത് വാംത്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ കണ്ടോ, ഇതാണ് നമ്മുടെ ഈ ഒരു ഫോട്ടോയ്ക്ക് ഒരു രൂപമാറ്റം കൊണ്ടുവരാൻ പോകുന്നത്. ജസ്റ്റ് നിങ്ങൾ 4800 കറക്റ്റ് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് തന്നെ ഈ ഒരു സാധനം തന്നെ വയ്ക്കാം. ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞത് -11, ഷാഡോസ് എന്ന് പറഞ്ഞാൽ -12.
സോ ഇനി വാംത്ത് എടുത്തതിന് ശേഷം ജസ്റ്റ് അതിനെ കുറച്ച് മേളിലേക്ക് ആക്കുക. അതായത് ഒരു 16 ഓവറായിട്ട് പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല. എന്തായാലും ഇവിടെ ഒരു മേളിലൊരു വര കണ്ടായിരുന്നു, ആ വരയ്ക്ക് മേളിലേക്ക് പോകാൻ പാടില്ല. അതിനകത്ത് പോയി കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ലുക്ക് തന്നെ മാറും. ജസ്റ്റ് ഞാനൊരു 35 വെച്ചു. 35 വെച്ച സമയത്ത് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. 35 വെച്ചതിന് ശേഷം ഞാൻ ടിക്ക് കൊടുത്ത സമയത്ത് നമ്മുടെ ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറൻസ് നോക്കിയേ. ഇങ്ങനെ നിന്നൊരു ഫോട്ടോ എങ്ങനെയായിട്ട് മാറി നോക്കിയേ. പൊളിയായിട്ടൊരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് അല്ലേ? കളർ കറക്ഷൻ കറക്റ്റായിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു സാധനം കൂടി ചെയ്യണം. ഇതിൻ്റെ അകത്ത് തന്നെ വൈറ്റ് ബാലൻസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് വേറൊരു വൈറ്റ് ബാലൻസ് ഉണ്ട്. വൈറ്റ് ബാലൻസ് നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് വയ്ക്കുന്നത്, അല്ലെങ്കിൽ ഫോട്ടോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് വയ്ക്കുന്നത് പോസ്റ്റ് പ്രൊഡക്ഷൻ, അതായത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് കളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് വൈറ്റ് ബാലൻസ് എടുക്കുക. വൈറ്റ് ബാലൻസ് എടുത്തതിന് ശേഷം ടെമ്പറേച്ചർ ഉണ്ടോ, ടെമ്പറേച്ചർ ഇത് 0 ആണ്. 0 ഇങ്ങനെ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ഹൈപ്പ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഹൈപ്പ് ചെയ്യുക. ഞാനൊരു 10 ഓവറായി പോയി കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ഫെയ്ഡ് ആവും. ഒരു 15 മതിയാവും. 15 ഹൈപ്പ് ചെയ്യുക, ടിക്ക് കൊടുക്കുക. ഇനി നിങ്ങൾ വൈറ്റ് ബാലൻസിൽ തന്നെ ടിൻറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ ടിൻറ്റ് ചെയ്യേണ്ടത് കുറച്ചുകൂടി നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഓറഞ്ച് ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാം, റെഡ് ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ റെഡ് ഷെയ്ഡ് പോകാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനൊരു +9 നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയേ, നോർമൽ ഇമേജ്, എഡിറ്റ് ചെയ്ത ഇമേജ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് കളർ ഗ്രേഡിങ്, സിനിമാറ്റിക് കളർ ഗ്രേഡിങ് എന്നുള്ള കാര്യം. എന്താ നോക്കിയേ, ആ ഒരു ഫോട്ടോയുടെ ഒരു എന്താ പറയുക, ഒരു രൂപമാറ്റം, ഒരു ലൈഫ് വന്നിട്ടുണ്ടെന്ന് പറയാനായിട്ട് പറ്റും. ഒരു സൈഡ് ഷാഡോ വന്നിട്ട് ഒരു സൈഡ് നല്ലൊരു കളർ ടോൺ, ഒരു ഓറഞ്ച് ഒരു ഷെയ്ഡിൽ വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കിത് ഈ ഒരു സാധനം നിങ്ങൾ ഡയറക്റ്റായിട്ട് ക്യാമറയിൽ സാച്ചുറേഷൻ കൂട്ടിയിടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടത്തിന് പിന്നീട് അങ്ങോട്ട് മാറ്റാനും എടുക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ ടൂൾസ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡീറ്റെയിൽസും കൂടി ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാനൊരു 19+ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിഗ്നൻസ് ആഡ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് താഴേക്ക് വരുന്ന സമയത്ത് VIGNETT വിഗ്നറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഔട്ടർ ബ്രൈറ്റ്നസ്സിൽ കുറച്ച് കൊടുത്താലും നല്ലതാണ്. സോ ആ ഒരു ഫോട്ടോയുടെ വ്യത്യാസം നോക്കിയേ, കളർ ഗ്രേഡഡ് ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, നല്ലതുപോലെ ഒരു ഡിഫറൻസ് നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നു. നല്ലൊരു ഡിഫറൻസ് കാണാനായിട്ട് പറ്റുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഭയങ്കര ഒരു ഡിഫറൻസ് ആണ് അവിടെ കാണാൻ പറ്റുന്നത്. നമ്മൾ ഫോട്ടോ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി കളേഴ്സ് വന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ അകത്ത് സ്നാപ്സീഡിൻ്റെ എഡിറ്റിംഗ് ഒരു സ്കില്ലല്ല ഞാൻ പറഞ്ഞു തന്നത്. ഇങ്ങനെയാണ് കളർ ഗ്രേഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ബേസിക് ആയിട്ട് പറഞ്ഞു തന്നെയാണ്. കാരണം ഇതറിയാണ്ട് ഒരുപാട് പേര് ഓട്ടോ മോഡിലിട്ട് ഫോട്ടോ എടുത്തതിന് ശേഷം കളർ ഗ്രേഡ് ചെയ്ത് ഒരുമാതിരി ചുവപ്പും മഞ്ഞ എല്ലാം കൂടി കയറ്റി വാരി എറിഞ്ഞ് ഒരു വൃത്തിയുടെ കോലത്തിലാക്കാറുണ്ട്. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബേസിക്സ് പറഞ്ഞത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ബേസിക്സ് ആണ്. നമ്മൾ ഇരിക്കുന്നതിന് മുന്നേ കാല് നിവർത്താൻ പാടില്ല. നമ്മൾ ആദ്യം ഒരു പടി വെച്ച് പോകണം. അത് തന്നെ നമ്മൾ ആദ്യം ബേസിക്സ് ഓഫ് കളർ ഗ്രേഡിംഗ് ആണ് ഞാനിന്ന് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എങ്ങനെയാണ്. അതായത് നിങ്ങൾ പല ട്യൂട്ടോറിയൽ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം അതിനെ എന്തൊക്കെയും കുറേ സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടതിന് ശേഷം ജസ്റ്റ് ലൈറ്റ് റൂമിലേക്ക് കയറ്റും, അങ്ങനെ കുറേയൊക്കെ ഉണ്ട്. പക്ഷേ അതല്ല ഞാൻ പറഞ്ഞു തന്നത്. ജസ്റ്റ് എങ്ങനെയാണ് ഫോട്ടോ എടുക്കേണ്ടത്, പ്രൊഫഷണൽ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സിനിമാറ്റോഗ്രാഫേഴ്സും എല്ലാം ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഫ്ലാറ്റ് മോഡിൽ ഷൂട്ട് ചെയ്തതിന് ശേഷം അതിനെ കളർ ഗ്രേഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് നല്ലൊരു ഫ്രീഡം കിട്ടുകയാണ്. ഇത് ഞാൻ ഒരു ക്ലാസ് പോലെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഒരു പ്രിൻസിപ്പിൾ, ആദ്യത്തെ ഒരു പ്രിൻസിപ്പിളാണ് പറഞ്ഞു തന്നത്. സോ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കൊണ്ടുവരുന്നതായിരിക്കും. ബൈ.